ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് കുറേ പേര്, ഒരു 10-25ഓളം പേര് എന്നെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ പിന്നെ ഈ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വമ്പൻ വിസ തട്ടിപ്പാണ്. അതായത് നമ്മൾ പല റഷ്യയിലുള്ള വമ്പൻ മാർക്കറ്റുകളിലേക്ക്, അതായത് ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഒരു വമ്പൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് ഇൻവിറ്റേഷനും കോൺട്രാക്റ്റും ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചിരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് ആ നേരത്തെ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വലിയൊരു ടാർഗറ്റിൽ ഇങ്ങനെ എടുപ്പിക്കണം, വലിയ വമ്പൻ എമൗണ്ടുകളൊക്കെയാണ് അവരുടെ മുമ്പിൽ ഇവർ ഈ ഒരു കൊണ്ടുവരുന്ന ആളുകൾ അവരുടെ മുമ്പിൽ ഓഫർ ചെയ്യുന്നത്. അതായത് മാസം 60 മുതൽ 80,000 വരെയൊക്കെ ഏൺ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വമ്പൻ എമൗണ്ടുകളാണ് ഇവരുടെ മുമ്പിൽ അവർ ഒരു പറയുന്നത്. പക്ഷേ ഇത്തരമൊന്നും എമൗണ്ടുകളൊന്നും ഇവിടെ വന്ന് പെട്ട ആളുകൾക്ക് കിട്ടുന്നില്ല, ഇവരുടെ ഡോക്യുമെൻറ്റുകളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എന്നെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും 1-2 മാസമായിട്ട് അവർക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അവരുടെ ഡോക്യുമെന്റേഷൻ ക്ലിയർ ആയിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വമ്പൻ തോതിൽ ഇപ്പം ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ഈ ഒരു രീതിയിൽ ഹയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് റഷ്യയിലേക്ക് ഒരുപാട് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അതായത് സൂപ്പർ മാർക്കറ്റുകളുടെ അണ്ടറിൽ ജോലിയുണ്ട്. വെയർ ഹൗസുകളിലേക്ക്, ഈ വെയർ ഹൗസുകളിലേക്ക് ഇവരെ ടാർഗറ്റ് വെച്ചിട്ടാണ്, അതായത് ഇത്ര ടാർഗറ്റ് ഇത്ര പൈസ എന്ന് പറഞ്ഞാൽ ആ ടാർഗറ്റ് വെച്ച് പണിയെടുപ്പിച്ചിട്ടും ഇവരോട് പറയുന്നത് ഫസ്റ്റ് വരുമ്പം തന്നെ അഗ്രിമെൻ്റ് ഒക്കെ ആക്കുമ്പം 70-80 ശമ്പളം പറയുന്നത്. പക്ഷേ അവർക്ക് ഒരിക്കലും 70-80 ഇവിടെ ശമ്പളം കിട്ടുന്നില്ല. 25-30 ഉള്ളിൽ വരെയൊക്കെ ഓൾമോസ്റ്റ് ആൾക്ക് കിട്ടുന്നത്. അതിൽ പല ആൾക്കാരും ഇവിടെ ജോലി ഉപേക്ഷിച്ച് പല രീതിയിലും പല ഭാഗത്തേക്കും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഒരുപാട് പേര് പല ഭാഗത്തേക്കും പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നാട്ടിൽ നിന്ന് പറയുന്ന പോലെയൊന്നുമില്ല ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോലിയിലേക്ക് വരുമ്പം അവരോട് കാര്യങ്ങൾ നിങ്ങളൊരു ഏജൻസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ട് നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നാളെ ക്ലയൻറ്റ് ചിലപ്പം നിങ്ങൾക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏജൻസി ചിലപ്പം ക്ലയൻറ്റിനെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് രണ്ടും ഒഴിവാക്കാനായിട്ട് നിങ്ങൾ അവർക്ക് ഉള്ള ഒരു എഗ്രിമെൻറ്റ് മസ്റ്റായിട്ടും ഉണ്ടാക്കുക. ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. കാരണം നിങ്ങൾ വായോട് പറഞ്ഞ കാര്യങ്ങളിൽ അവർ നാളെ ഇവിടെ വന്നിട്ട് ക്ലയൻറ്റ്സ് ആൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭൂരിഭാഗം ആളുകളും ഇവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പം ഇവിടെ വരുന്ന ക്ലയൻസുകൾ 100% അവർ പിന്നെ ആൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കാര്യങ്ങൾ അവരോട് പറഞ്ഞ് കൺവിൻസ് ആക്കുക. കാരണം അത്യാവശ്യം അതികഠിനമായിട്ടുള്ള ജോലി ഉണ്ടാവും. അത് ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാണോ എന്നുള്ളത് നിങ്ങൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞ് അവരോട് ചോദിക്കുക. അതുപോലെ തന്നെ ക്ലയൻറ്റ് അത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായുകൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രമായിട്ടില്ല, ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്നുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിപ്പിച്ച് ഒരു നോട്ട് അറ്റസ്റ്റേഷൻ ചെയ്യിപ്പിക്കണം. എന്ന് കഴിഞ്ഞാൽ അത് വാലിഡ് ആകത്തുള്ളൂ. എന്നിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏജൻസികൾ നിങ്ങളെ ഏതെങ്കിലും രീതിയിലും ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളും എഴുതിക്കുക. എന്നിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക എന്നായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, ഇങ്ങനെയാണ് സാലറി, ഇതാണ് നമ്മൾ ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ചെയ്യിപ്പിക്കുക. അതൊരു കമ്പനി ഒരാളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക, കമ്പനിയുമായിട്ട് ആ ഏജൻസിക്ക് തയ്യപ്പുണ്ടെങ്കിൽ ആ ഏജൻസികൾ കമ്പനിയായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് എല്ലാം പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ക്ലയൻസിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ക്ലയൻസിന് നിങ്ങൾ പറഞ്ഞതിൽ യോജിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ വായോട് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ക്ലയൻസ് ആൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 99-50% ആളുകളും ആൾ മാറും വായോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ഇപ്പോൾ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സൂപ്പർ മാർക്കറ്റുകളിലേക്കും റഷ്യയിലുള്ള അതൊക്കെ വമ്പൻ വളരെ വളരെ കഠിനമായിട്ടുള്ള ജോലികളാണെന്നുള്ളത് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് മാർക്കറ്റുകളാണെന്നുള്ള പേരൊന്നും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഒരുപാട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ജോലിക്ക് വന്നിട്ട് ഇവിടുന്ന് ജോലി പറ്റാതെ തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും ജോലി പറ്റാതെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും
പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഫസ്റ്റ് തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റില്ല. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അതായത് വർക്ക് പെർമിറ്റ്, റഷ്യനിലെ റബൂത്ത എന്ന് പറയുന്ന ഒരു കാർഡ് നമുക്ക് കിട്ടും റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള. ആ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ കോട്ട വിസയിലൊക്കെയാണ് വരുന്നതെങ്കിൽ, അപ്പോൾ ആ വിസയൊക്കെ വരുമ്പോൾ നിങ്ങൾ ലാംഗ്വേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സാവണം. ഇപ്പോഴത്തെ പുതിയ വാക്കൗണ്ട് അനുസരിച്ച്, അതുപോലെ നിയമങ്ങളനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നിയമങ്ങളിൽ, റഷ്യൻ നിയമങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ പാലിച്ചെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. നേരത്തെ പോലെയല്ല കാര്യങ്ങൾ, വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഇവിടെ വന്നിട്ട് ഒരു പെട്ടുപോകേണ്ട സിറ്റുവേഷൻ ഇല്ലാതിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ വന്ന് ഒരുപാട് രീതിയിൽ പെട്ടുപോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും നല്ല രീതിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെയാണ് പലർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ വളരെ 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 കഠിനമായിട്ടുള്ള ജോലി. പക്ഷേ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള ജോലിയായി, വളരെ കഠിനമായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് റഷ്യയിൽ 12 മണിക്കൂർ ജോലിയുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ജോലി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. പക്ഷേ ഒരു വലിയ തോതിലുള്ള എത്രയോ 9-10 സ്ഥലങ്ങളൊക്കെ അവരെ വലിച്ചു കൊണ്ടുപോകേണ്ട സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. വലിയ പെട്ടികളും അതുപോലെ തന്നെ വലിയ ചാക്കുകളൊക്കെ നമ്മൾ ചുമലിൽ വെച്ച് കൊണ്ടുപോകും. ഒരാൾ നടു ഒടിയുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെയാണ്. അപ്പോൾ അത്രയും വലിയ KG ഒക്കെ എടുത്ത് നമ്മൾ മാറ്റി വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടി വരും. അപ്പം നമ്മൾ നിർത്താതെ പണിയെടുപ്പിക്കുന്നുണ്ട്. പ്രോപ്പർ ഫുഡ് കൊടുക്കുന്നില്ല, അക്കോമഡേഷൻ കൊടുക്കുന്നില്ല, ഒരു പ്രോപ്പർ ക്ലീൻ അല്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എന്നെ നിരന്തരം സമീപിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ പോകുമ്പം ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പോവുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കയറി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും പിന്നെ നിങ്ങളടുത്ത് പറയാനുള്ളത്, ഈ ഒരു വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഒരിക്കലും വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ല. ഒരുപാട് ആളുകളോട് വീണ്ടും ഞാൻ പറയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ട്രാപ്സിൽ പോയി പെടാതിരിക്കുക. കാരണം വർക്ക് വിസക്ക് അതിൻ്റേതായിട്ടുള്ള കാറ്റഗറി ഉണ്ട്, വിസിറ്റിംഗ് വിസക്ക് ഒരു കാറ്റഗറി ഉണ്ട്. വിസിറ്റിംഗ് വിസ റഷ്യൻ ഗവൺമെൻറ് റഷ്യയിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വിസയാണ്. വർക്ക് വിസ വർക്ക് ചെയ്യാനുള്ള പെർമിഷനോടുകൂടി കൊടുക്കുന്നൊരു വിസയും കൂടിയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഇനി നമുക്ക് നിരന്തരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും